അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻസ്റ്റയിൽ കയറുന്നതിനാണ്, ഇൻസ്റ്റയിലെ സീനാവണം. നമുക്ക് യൂട്യൂബ് കയറി നോക്കിയാലേ, യൂട്യൂബ് കയറാന്നല്ലേ, യൂട്യൂബ് കയറാം. അവന് യൂട്യൂബ് ചാനലുണ്ടല്ലേ, യൂട്യൂബ് ചാനൽ പോവാം. ചാറ്റ ഇന്ന് നമുക്ക് കുറച്ച് റിയാക്ഷൻ പരിപാടികളൊക്കെയാണ് ഇന്ന് മൊത്തം. ഇതിൽ ഞാൻ അവനെ ഫോളോ ചെയ്തിട്ടുണ്ടാ, ഞാൻ അതെടുക്കണം. അതെടുക്കണം ഞാൻ, അതല്ലേ ഇതിൻ്റെ ഇത്. ഒയ്യോ ഇതൊരു പ്രശ്നമുണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ല, അത്രയ്ക്ക് വലിയ സീനൊന്നും ആവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ യാക്ടയുടെ ഈ കായ മുത്തേ വലിച്ചത്രയും വേണം. ഇതാണ് ക്യാപ്റ്റൻ, ക്യാപ്റ്റന്റെ അക്കൗണ്ട് നോക്കട്ടെ. അവ ഇട്ടേക്കണം, പുതിയതിട്ടാ പഴയത് 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 പഴയത്. ക്യാപ്റ്റൻ ഹാൻഡിക്യാം ഓൾറെഡി ഇതാ കുണ്ണേരെ കൈയല്ല, മനസ്സിലായില്ലേ? ഏവന്റെ കൈ അവൻ മോട്ടിച്ച്. എന്റെ കുറച്ച് കീബോർഡും കുറച്ച് എന്തിനാണ് പരമ്പത് അല്ല എന്തിനാ ഒരു കാറും പിന്നെ കുറച്ച് എന്തിനാണ് സാധനം എടുത്ത് അവിടെ വച്ചിട്ട് അവന്റെ വീഡിയോ എടുത്തും കിട്ടും. അവന്റെ ഗ്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് സാധനം. അടുത്തത് AW ഇരിക്കുന്നു. നല്ല ചുമ്മാ അടിച്ച ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. വാട്ട് ഈസ് ഓറ? ഓക്കെ, വാട്ട് ഈസ് ഓറ? അടിയടാ അളിയ. കണ്ണ് തുറന്നു, നീ അടിക്കും. വേറെ കളറായി. അടി, കണ്ണടച്ച് അടിയടാ ഇറക്ക, അടിച്ച് വീണ്ടും. അതെവിടന്ന് അതെവിടന്ന് എടാ, അതെന്തൊരു സാധനം അതെനിക്ക് മനസ്സിലായില്ല. ബാക്കി രണ്ടെണ്ണം ഓക്കെ, കുറച്ചൊരു ഡിസ്റ്റൻസ് ചെയ്യണം. മറ്റെന്താണ് ഇവിടെ നിന്ന് അടിച്ചത്? മറ്റേ ഒരുത്തണ്ട പറ്റില്ല, കുനിഞ്ഞ് കൂമ്പായിരിക്കണ ഒരു തൊട്ടടുത്ത് ഹൗസിന്റെ ഒരു വീട്ടിന്റെ തൊട്ട് താഴെ ഇരിക്കണം. ക്യാപ്റ്റൻ തൊട്ട് ഒരു മീറ്റർ അകലെ നിൽക്കണം. തൊട്ട് ഇടത് മറ്റോ വലുത് താഴെ ഇങ്ങനെ കുനിഞ്ഞ് കൂമ്പായിരിക്കണം. അപ്പൊ അടിച്ച് കണ്ടി അവൻ അത് ഞാൻ കണ്ടില്ല. അവനെ ഞാൻ കണ്ടില്ല, ഇവനെ ഞാൻ കണ്ടില്ല. അല്ല ഇവനെ കണ്ട, അവനെ കണ്ടില്ല. അവനെ ഇവൻ കണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കണ്ട് അവിടെ ഇരിക്കുവല്ലായിരുന്നു, ഓടുമായിരുന്നു. പെട്ടെന്ന് ഇരുന്ന പോലെ എനിക്ക് ഓക്കെ പിന്നെ. കാരണം ഇലക്ട്രിക് മറ്റേ ഇലക്ട്രിക് സാധനമൊക്കെ എടുത്തിട്ടോണ്ട് വീഡിയോ ഇട്ടോണ്ട് പെട്ടെന്ന് തണ്ടർ ബോൾട്ടൊക്കെ വന്നില്ല. വീണ്ടും അടിച്ചു. ലൈക്ക് അടിച്ചില്ലായിരുന്നു, ലൈക്ക് അടിച്ചില്ല, അടി. രണ്ടെണ്ണത്തിന് ചേർത്തടി ചേട്ടാ. ഇപ്പുറത്തേക്കണാരി ക്യാപ്റ്റ. വീണ്ടും അത് വന്ന് റിവിയാണ്. അല്ല വേറെ ഏതാക്കി ഞാനൊക്കെ വേറെ ഏതൊക്കെ ആൾക്കാർ, വേറെ ഏതൊക്കെ ജനങ്ങൾ, ജനക്കൂട്ടം, വേറെ ഏതൊക്കെ ജനക്കൂട്ടം. അതെങ്ങനെയാ? അത് എവിടെ കൂടെ അടിച്ച? അത് കൊള്ളായിരുന്നു, അത് കൊള്ളായിരുന്നു. കളർ ഗ്രേഡ് ചെയ്തവൻ കുറെ പെൻസിൽ വെച്ച് വരച്ച് കളർ ഗ്രേഡർ ക്യാപ്റ്റൻ ഇസ് ക്യാപ്റ്റൻ ബ്രോ. ഓക്കെ, പിന്നെ ഒരു തലയൊട്ടി, പിന്നെ ഒരു തണ്ടർ മിന്നൽ. ഇത് കഴിഞ്ഞ അറബി വരും, അന്ന് നീയൊക്കെ കണ്ടോ അറബി? ഇതിന്റെയൊക്കെ വേറെ സാധനമാണ്. ഇത് ഞാൻ കണ്ടില്ല. അടിച്ചോ, കുഴപ്പമില്ല, അടിച്ചോ. അവൻ കളർ ഗ്രേഡ് ചെയ്തിട്ട് മറ്റേ വേറെ എന്തെങ്കിലും ഒരു പരിപാടിൻ്റെ അകത്ത് ക്യാപ്പ് അടി ചെയ്തതിനു ശേഷം നമുക്ക് കാണുമ്പോൾ ഇത് തോന്നും കളി ഫാസ്റ്റ് ആയിട്ട് തോന്നും. പിന്നെ കൂടെ കളിക്കണ കാര്യം ഏതാ ബംഗാളിനെയൊക്കെ കൂടെ വിളിക്കാൻ വിളിച്ച എന്നെ വിളിക്കല് മതി. അല്ലെ നീ ഇവിടെ എനിക്ക് കിടക്കണം, അപ്പോഴാണ് ഇവന്റെ കൂടെ പോയി കളിക്കുന്നത്. പറഞ്ഞ വിജയനുണ്ടല്ലോ. ഈഗോ, സീരിയസ്ലി ബ്രോ, മെയിൽ ഈഗോ കുറച്ച് കൂടി നിൽക്കും, മനസ്സിലായില്ലേ? കുറച്ച് പൊക്കത്തിനാണ് നിൽക്കണം, മനസ്സിലായില്ലേ? ഇപ്പൊ കണ്ടു.
അടി കൊണ്ടാ മരി അടിയവനാ. ഓ എണീച്ച്. എടാ ചാടി എണീച്ച് കണ്ണ് തുറന്ന്. ഇനി ഞാൻ പറയുവാണ് തീ മാറും. ചുമ്മാ പറയണല്ല. ആ ഈ UMP വെച്ചടിച്ച അവനാ. ഓക്കെ പടാന്ന് അടിച്ച് അവനെ ഓടിച്ചത് അറബിയാണ്. അറബി അറബിയാണ്. അയ്യോ അളിയാ. എടാ നിനക്ക് ഇത് ഏൽച്ചാ ഞാൻ കള്ളം പറഞ്ഞല്ല. അറബിന്റെ അടുത്ത് മെയിലീഗോ എന്ന് പറഞ്ഞ എടാ അവനെ അടിച്ചിടാ നീ. എടാ ഞാൻ തുടക്കം തൊട്ട് നോക്കട്ടെ ആരാണ് നിന്നെ അറബി അടിച്ചല്ലേ നോക്കട്ടെ. അല്ലല്ല ബുലയൊക്കെ ഇട്ട് അത് അറബിയായിരുന്നു പണ്ടൊരു അക്കൗണ്ട്. ഡാനിയൽ ക്യാപ്റ്റൻ എനിക്കറിയാം. നിനക്ക് മെയിലൊന്നും പറഞ്ഞിട്ട് നീ പോയിട്ട് അവൻ അടിച്ചേക്കണം. എടാ ഞാൻ നിന്നെ പറയട്ടെ. അയ്യോ ഞാൻ വിചാരിച്ച ഏതാ റാൻഡം മറ്റേ ബംഗാളിന്റെ കൂടെ അടിച്ച അവൻ അടിച്ചപ്പോ അവന് മെയിലീഗോ ഒന്നും ചാടി എണീറ്റൊന്നു. ഇവൻ അടിച്ചിട്ടാണ് അറിയാം. ഇവൻ അടിച്ചിട്ട് എന്തൊരു മെയിലീഗോ ഉള്ള ഈഗോയും കൂടെ കുറയുള്ളൂ. അറബീനെ അടിക്കാൻ പിന്നെ ഭയങ്കര പാടാണല്ലോ. അറബിക്ക് മെയിലേക്ക് കയറിയ ഡബ്ല്യൂ അത് അന്ന് മാസമായിരുന്നു അറബി. പണ്ട് ഇടയ്ക്ക് ഒരു 8ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ എടുത്ത വന്ന അറബീനെ വാഴി പറക്കിട്ട് പണിയിട്ട് പോയപ്പം പിന്നെ ഒരു റീമാച്ച് വെച്ച് അത് അറബിയിലെ ഓർമ്മ വേറെ ആർക്കും കിട്ടൂല. അറബി അത് ചെയ്തെന്ന് വെച്ചാൽ അവനെ പുറത്തിയെടുത്ത് അത് അറബിയിലെ ഓർമ്മ മൊമെന്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഒന്നും ഇല്ല. അതിനുശേഷം പിന്നെ പഴയ പോലെ ഇപ്പോഴും കാണുന്ന പോലെ. ഓ കഴിഞ്ഞു. ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്. പരസ്യം അല്ല വേറെ എന്തിനാ ഞാനാണ്. എടാ എന്നെ കളിച്ച് പിടിച്ചോണ്ടാ നമ്മള് ചുമ്മാ റാൻഡോയിട്ട് കളിക്കണോണ്ടല്ല അതെടുത്തവൻ ഓരോ കണ്ടന്റ് ആക്കി ഇടോടാ. കെൻസോൻ അടിച്ചവൻ ഇവനും കെൻസോയും അത് സാധനം ശരിയാക്കി. കെൻസോ നന്നായിട്ട് കളിക്കുന്ന ആളാണ്. പക്ഷെ കുഴപ്പമില്ല അവൻ നന്നായിട്ട് കളിക്കും. നോക്കാം. യവൻ UMP ജോടല്ലേ. എടാ നീ ഇത് തോറ്റാ നോക്കിയോ. നിന്നെ നോക്കിയോ. നീ ഇത് തോൽക്കരുത്. അടുത്ത കണ്ടന്റ് ആണോ ഞാൻ പങ്കിട്ട് ചുമ്മാ കണ്ടന്റ് വാരി കൊടുക്കുവാണ്. അവൻ ഇങ്ങനെ ലൈവ് ഇത് അടുത്ത ക്യാപ്റ്റന്റെ വീട് ഇതാണേ. അവന് കണ്ടന്റ് ഒന്നും കുറെ കിട്ടണില്ല. അതുകൊണ്ട് അടുത്ത ഇതാണ് കേട്ടാ റെഡ് ഫോക്സ് യൂട്യൂബർ റിയാക്ടിങ് മൈ ഗെയിം പ്ലേ. അത് തന്നെ ഇങ്ങനെ മോളി എഴുതി വെച്ചിരിക്കും യൂട്യൂബർ റിയാക്ടിങ് മൈ ഗെയിം പ്ലേ. എന്നിങ്ങനെ മറ്റേ ഓറാ ലെവൽ സാധനം എടുത്തിട്ട് മറ്റേ ഗ്രാഫ് ഇട്ടിട്ട് അടുത്ത നോക്കും. ഉറപ്പാണ്. അല്ല കുഴപ്പമില്ല. എന്റെ ഫ്രണ്ട് അവന് കുറച്ച് അടി കൊണ്ട് അടി ജോടല്ലേ അടി. ഞാൻ പ്രമോഷൻ കൊടുക്കൊണ്ട് ഈ പറഞ്ഞത് എനിക്ക് കണ്ടുകൊണ്ടാ അറിയാമോ. ഞാൻ അറബിക്ക് എത്ര കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റന് 100 ആവാൻ ഞാൻ മറ്റേ 100 സബ്ബാവാൻ ഞാൻ പ്രൊമോഷൻ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവനൊക്കെ കെൻസോ നന്നായിട്ട് അടിക്കണം. കെൻസോയുടെ ചാനലുണ്ട്. അത് ചുമ്മാ ഒന്നും ഇല്ല. നോട്ടെ ഒന്നും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ഡബ്ല്യൂ ആണ്. കാരണം കെൻസോനൊക്കെ അടിച്ചെന്ന് വെച്ചാൽ നല്ല നല്ല കാരണം കെൻസോനൊക്കെ വെച്ചാൽ പിന്നെ UMP വെച്ച് കളിക്കണോണ്ട് എനിക്ക് സംശയമുള്ളൂ. കാരണം UMP-യിൽ അവൻ 3 ഇമ്പോർട്ടാണ്. അത് ബാക്കി വേറെ കണ്ണൊക്കെ ഇരുന്ന് നോക്കായിരുന്നു. ബ്രസീലിയൻ മൊമെന്റ് ഇത് ഞാനും അവനും കൂടെ ഒരു ദിവസം നമ്മള് നൈറ്റ് അറബിയിലാണ്ട് അടിച്ചിട്ടാണ് തോന്നുന്നു. ഞാൻ ലൈവ് റിയാക്ഷൻ ആയിരുന്നു. പിറ്റേന്ന് ഞാനും അവനും കൂടെ ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തപ്പോ അവൻ എന്നെ കാണിച്ചതാണ്. അത് ഒരു മൊമെന്റ് ആയിരുന്നു. അവൻ നന്നായിട്ട് ഇങ്ങാട്ടെ വളഞ്ഞു തിരിഞ്ഞാട്ട് ഓടുന്നു നോക്കിയപ്പോ മറ്റേ കാലും കവച്ചൊരു ഓട്ടം ഓടും. അത് മൊമെന്റ് അടിക്കും. അത് കൊള്ളാം അല്ലേ. ആ ഇപ്പൊ ഞാൻ നന്നായിട്ട് അത് നോക്കിയോ. അറബിയാണ് എന്ത് രണ്ടീന്ന് നോക്കിയാണ് ചെയ്യണത്. ഇതേപോലെ എങ്ങനെ വളഞ്ഞു തിരിഞ്ഞാ എങ്ങനെയൊക്കെ പോയി ഇപ്പഴാണ് ഇത് തന്നെ കണ്ട ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞോണ്ട് ഓടി എന്നിട്ട് അറബീനെ അടിച്ച് MIT only 1v1 കത്ത്. അറബീനെ അടിക്കണം. അറബീനെ അടിക്കണേണ്ട മെയിൻ അറബിയെ ഉള്ളു. അറബീനെ അടിക്കണേണ മെയിൻ. അവന്റെ കണ്ടന്റിൽ ഒരു 90 ഒരു 80% അറബീനെ അടിക്കണത്, ഒരു 10% എന്നെ അടിക്കണത്, ഒരു 5% ക്യാപ്റ്റൻ മറ്റേ അവന് എന്തിനാണ് 5% ബംഗാളികൾ അടിക്കുന്നത്, 5% കെൻസോർ അടിക്കുന്നത് വിട്ടേക്കണം. ഞാനല്ലേ ഞാനാണ്. ഞാൻ അവനോട് കളിച്ചിട്ടുണ്ടോ. ഞാൻ അവനാണോ ഞാൻ അറബിയാണോ നമ്മളിപ്പോ കളിച്ചിട്ടുള്ളപ്പോഴേ
ഞാൻ മറ്റേ സോണിപ്പെട്ട് സമയത്ത് മുന്നേ അടിച്ചായിരുന്നു ഒരു സമയത്ത്. അത് ഏതാണ് ഇതായിരിക്കും. ഞാനല്ലേ ഇവിടെ പെട്ട് പറഞ്ഞു. ഇത് അറബി ഇങ്ങോട്ട് സൂം ചെയ്യാനും പറ്റൂല. ഞാനല്ലെന്ന് തോന്നുന്നു. അറബി ആയിട്ടാണെങ്കിൽ അറബി തന്നെ എന്തോ ക്യാപ്റ്റനിക് ബാക്ക്. നീ പോടാ, അടങ്ങി പോടാ പന്നി. ഇത് ആദ്യം പോയി, ഇത് തിരിച്ചു വന്നേ പറയാം. മാക്രോയാ മാക്രോ മാക്രോ മാക്രോന്നില്ലേ? ഓ, അവന് മിസ്റ്റർ ഗോഡൻ ഇല്ല. അവന്റെ ഫസ്റ്റ് അക്കൗണ്ട് ആയിരുന്നു, എനിക്കറിയാം. ഈ ഒരു സെക്കൻഡ് ഞാൻ ചെയ്ത അത് 96 നിങ്ങളൊക്കെ ഒന്ന് സബ് സപ്പോർട്ട് ചെയ്ത് തരും. ഇമ്പോർട്ടാണ്, സപ്പോർട്ട് ചെയ്ത് തരും. നെക്സ്റ്റ് ഗെയിമിലെ അവിടെ 1 വർഷം മുന്നേ ഇട്ടേക്കണം. ഇപ്പോഴാണ് ആരും പറയാൻ എനിക്ക് ഫ്രീ ഫയർ ബിജമയും 2 ഏതാണ് നീ ഏതെങ്കിലും ഇടും. TDM എവന്റെ TDM കാണണം. ഞാൻ എനിക്ക് അറബീനെ കാണിക്കണം. അറബീനെ എനിക്ക് ഇന്നത് കാണിക്കണം. എന്റെ TDM ഞാൻ കണ്ടോട്ടെ. ക്വാളിറ്റി എടാ, ഇതൊക്കെ കാണണം. നമുക്ക് ധൈര്യമായിട്ട് കയറി കാണാം. നൻപന്റെയാണ്. വേറെ ഉള്ളവനൊക്കെ ആണെങ്കിൽ കോപ്പറേറ്റ് എവിടെ അടിച്ചു തരും, മനസ്സിലായില്ലേ? ഇവനെ കോപ്പറേറ്റ് തരും എന്തോ. എനിക്ക് നിന്നെ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് മറ്റേ പോണ മുന്നിൽ കൂടെ ഓ കല്ല്. എടാ മറ്റേ അനിമയുടെ സാധനം, മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊരു സാധനം ഉണ്ട് അതുപോലെ. പെട്ടെന്ന് കഴിഞ്ഞു തോന്നട്ടാ. പെട്ടെന്ന് ബിക്കം TDM ബീസ്റ്റ്. ഓക്കെ, ഡയമണ്ട് അഫക്റ്റ് ക്യാപ് കട്ടില്ല. ഞാൻ ഒരു തവണ ചെയ്തിട്ടുള്ളതാണ് പണ്ട്. ബെസ്റ്റില്ല ഷോർട്സ് ഇട്ട സമയത്ത്. ഉയ്യോ, അടിയിൽ വേറെ അവനൊക്കെ ഒന്ന് നടക്കണം. എടാ എവനെന്ന് ചെയ്യാറുണ്ട്. ചാടണേന്റെ അവിടെ ഇമോട്ട്. അപ്പൊ ചാടണേന്റെ അവിടെ ഇമോട്ടോ എന്ത് ചെയ്യും? ചാടിക്കൊണ്ട് ഇമോട്ട് ഇടും. അല്ല പിടുവരി ക്യാപ്റ്റൻ ഫ്രീ സ്റ്റൈലും. ജാക്ക് എനിക്കത് വേണ്ട. ഏതാ ഒരു കുന്നേരെ ഷോർട്സ് എടുത്ത വിട്ടു വെച്ചേക്കണെന്ന് പറയണില്ല. എടാ എന്നെ അടിച്ചത്. എന്നെ അടിച്ചത് അവന്റെ ഇത് സ്കോപ്പിൽ അടിച്ചു കളഞ്ഞ. അത് ഇവനെ കാണണോ? അടേ അവന്റെ ഇതല്ലടാ, അവന്റെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അത് എടുത്ത് കളഞ്ഞേടാ. ഇവന്റെ നല്ല എന്തോരം ഷോർട്സ് മറ്റേ എന്തൊരു ഇത് എപ്പിസോഡ് ആദ്യം മറ്റേ നമ്മളോട് കളിച്ച അവൻ. എവന്റെ വേറെ ചാനൽ ഏതാ ഉണ്ടായിരുന്നല്ലേ? എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു സബ് ചെയ്തിരിക്കും. എടാ പോയാടാ അവന്റെ ചാനൽ. ഞാൻ എന്തിരി പോയിട്ടേക്കണ ഗൈസ്. പുതിയ പ്രൊഫൈൽ എങ്ങനെ ഉണ്ട് എടാ? കൊള്ളാമോടാ? കുഴപ്പമില്ല. ഞാൻ ക്യാപ്റ്റൻ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ കുഴപ്പമില്ല, കൊള്ളാം, നൈസ് എന്നാണ്. അറബി W എന്നാണ് പറഞ്ഞു. എത്ര പേര് കൂടെ? 2 പേര് എനിക്ക് അറിഞ്ഞൂടാ ആരൊക്കെ ഇട്ടേന്ന്. അവന്മാര് കൊള്ളാന്നാണ് പറഞ്ഞേക്കണേ, എനിക്ക് അറിഞ്ഞൂടാ. അത് പറ്റില്ല. കാർ അടിച്ച് ഇറക്കിയേട്ടാ, ഞാൻ കാണിച്ചുതരാം. എനിക്ക് കാണിച്ചുതരാം മുത്തേ. നിക്കേ ഒരു സെക്കൻഡ്. ഇത് കേട്ടോ, ഞാൻ ഇന്നിയാടെ ഇപ്പൊ ഇതൊന്ന് പറഞ്ഞേക്കാ ഇട്ടു. ഓക്കെ, അവൻ എഡിറ്റ് ചാറ്റ് നിങ്ങൾ പറ. ഓക്കെ, സെക്കൻഡ് എടുത്ത് നിങ്ങൾ പറ. കാണിച്ചു തരാം, കണ്ടോണേ. ഇതാണ് സാധനം. സൗണ്ട് കിടക്കുന്നു സീനില്. എടാ കുണ്ണ ഓട്ടോമാറ്റിക്കലി വണ്ടിയും കുണ്ണെന്ന് പറഞ്ഞു നിൽക്ക്. ഒരു സെക്കൻഡ്. ഇത്തരം ഇട്ടേക്കണ അറബിട്ടാക്ക. അപ്പൊ എന്ത് എഴുതിച്ചാണ് കാർ, എന്ത് എഴുതിച്ചാണ് കണ്ടില്ല. അറബി ഓ കാണാൻ പറ്റണ്ട, ശ്രദ്ധിക്കട്ടെ. ആടാ ഇത് കിടന്നു മിന്യമായാണ്. എനിക്ക് കാണാൻ ഹലാക്ക് ചാറ്റ് ഹലാക്ക് എന്നാണ് ചോദിച്ചാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാടാ ഒരു തവണ കണ്ടു കേട്ടോ. ഓക്കെ എടാ, അപ്പൊ എല്ലാവരും ഒന്ന് നിങ്ങൾ LW പറഞ്ഞു തരാം കേട്ടോ. പാട്ട് എനിക്ക് കോപ്പറേറ്റ് വരും എനിക്ക് അറിഞ്ഞോടാ. മറ്റേ ഇതാണ് ഇൻസ്റ്റ, ചെക്കൻ ഇൻസ്റ്റ. ഞാനേ കാണിച്ചിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഓയ്യോ ഇതൊന്നും കാണിക്കല്ലേ മുത്തേ.
എടാ ആരെ എടാ അല്ല അല്ല അത് എനിക്ക് അറിഞ്ഞു അത് ലീക്കായില്ല മുത്തേ അത് ലീക്കായില്ലേ അത് ലീക്കായില്ലേ അത് ലീക്കായില്ലേ അത് ലീക്കായില്ലേ അത് ലീക്കായില്ലേ ശരി അത് ലീക്കായില്ലേ ഞാൻ ഒന്നും ആക്കണല്ലേ ഇൻസ്റ്റേ സൗണ്ട് നോക്കിയിട്ട് കുണ്ണാള് ക്യാപ്റ്റൻ എവിടെ എന്തായാലും ഫ്രൈങ് ഗിഫ്റ്റ് ഡിയർ ഐ ജി ക്യാപ്റ്റൻ താങ്ക് യു ഫോർ അക്കൊമ്പനൈ എന്താ ആരെ കൊണ്ടേന്ന് is on our River Max journey. On this special day, we have prepared a gift for you as a token of appreciation support. For your support, you mean so much to us, and we wish you a wonderful day. Wonderful, wonderful. ചാറ്റെ തലയില് കേക്കാണ് ക്യാപ്റ്റന് കിട്ടിയേക്കണം പിന്നെ മറ്റേ രണ്ട് സൈഡ് പറ്റില്ല കുറച്ചുകൂടെ ഇതുള്ള ബെനിഫിറ്റ്സ് ഉള്ള മറ്റേ റൂം ടോക്കൺ ഇല്ലേ എടാ നാളെ തൊട്ട് പ്രോപ്പർ കളിക്കാം എടാ കുണ്ണയ്ക്കാൻ എടാ 100 എടാ 100 കൊടുത്തോളവന്മാര് താങ്ക് യു കരീന ഫ്രീ ഫയർ ഓപ്ഷൻ എടാ ക്യാപ്റ്റൻ നന്ദിയുള്ളവനാണ് കേട്ടാ ക്യാപ്റ്റൻ കരീന താങ്ക് യു നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ താങ്ക് യു കരീന എടാ ഓക്കെ ചെക്കന് കിട്ടി എടാ ഇവന് കിട്ടിയായിരുന്നേ പന്നി എന്നെ 2 മിനിറ്റ് ഓക്കെ എടാ എടാ ഹൃത്തിക് റോഷൻ ഞാൻ നിന്നെ ലീക്ക് ചെയ്തിട്ടില്ലേ ബ്രോ എന്താണിതെല്ലാം കയറണം മുത്തേ സീനാവും അറബിയോടെ ചെക്ക എവിടെ മനസ്സിലായില്ലേ ഞാൻ പറയണില്ല ഓക്കെ കമന്റ് ഇടാൻ വന്നതാണ് നീയാണ് അറബിയെ വിളിച്ച് കയറ്റി ഞാൻ അവിടെ മര്യാദയ്ക്ക് ഇറങ്ങി പോയത് ഹൈഡെല്ലാം ചെയ്ത് സ്ക്രീൻ നീ കുറച്ച് വെളി പോയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞോളാം ചെക്കൻ എന്തിനാ ഡബ്ല്യു എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടേ ലീക്ക് ആയിട്ടുണ്ടാന്ന് താങ്ക് യു ഓമ്പി ചെക്ക അളിയ ലൈക്ക് കമന്റ് അവ ഇട്ടേണേ 3:14 അറബി പുതിയ റീൽ ഇറക്കി 3:14 എനിക്ക് അയച്ചു തന്നു അപ്പൊ ഒരു 5 മിനിറ്റ് മുന്നെങ്കിലും ഇറക്കി കാണും കണ്ടു നോക്കാം ലൈവില് റിയാക്ട് ചെയ്യാം അറബിയിലെ പുതിയ റീൽ വേറൊരു വണ്ടി വെച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത് റിയാക്ട് ചെയ്യാം ഓക്കെ മുത്തേ റിയാക്ട് ചെയ്യാം ബീജിം എവിടെ കേട്ട പോലെ ബീജിം ഇവിടെ കേട്ടിട്ടുണ്ട് പച്ച അവൻ ഏതാ അവന്റെ ഇരുന്നൊരു മറ്റേ കാറുണ്ടല്ലോ അതിനെ മൊത്തം പച്ച അടിച്ചിട്ട് ആ പച്ച കളർ ആക്കിയിട്ട് പെട്ടെന്ന് ഒരെണ്ണം ചെയ്തിട്ടുണ്ട് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുത്തേ മനസ്സിലായില്ലേ സ്ക്രീൻ മറ്റേ എനിക്ക് തോന്നുന്നു മറ്റേ കാറിനെ പച്ചയായി കാണും ഏട്ടാ ഇതിനെ അവൻ പച്ചയാക്കിയാന്ന് കേട്ടോ നോക്കട്ടെ ഇതിനെ അവൻ പച്ചയാക്കിയാണ് ആയിരിക്കൂല അവൻ തന്നെ അവൻ ഇട്ട് വെച്ചാണ് ഓക്കെ എടാ അവന്റെ മറ്റേ കാറിനെ പെട്ടെന്ന് അങ്ങ് പച്ചയാക്കിയിട്ട് അവിടെ ഇങ്ങനെ ചരിക്കട്ട് പോകും നിങ്ങൾ ഇങ്ങനെ കാണണ വെർട്ടിക്കലായിട്ടാ കാണണ ലാൻഡ്സ്കേപ്പ് മോഡ് ഇപ്പൊ സെറ്റായ എന്താണിത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റണ നേരെ എടാ സോറി കേട്ടോ അങ്ങനെ അത് വെർട്ടിക്കൽ ആയിട്ടിരിക്കണം എന്റെ മിസ്റ്റേക്ക് ഇവിടെ 94 വ്യൂസ് കേട്ടാ നേരത്തെ ഞാൻ ഫസ്റ്റ് റിയാക്ട് ചെയ്ത സമയത്ത് 11 വ്യൂസ് ആയിരുന്നു ഗ്രോത്ത് ഉണ്ട് കേട്ടാ റവി ഗ്രോത്ത് ഉണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കാരണം എടാ എന്ത് നമുക്ക് കൊടുക്കാം എന്ത് കൊടുക്കാം എടാ നിനക്ക് ക്യാപ്റ്റന്റെ ഒരു സ്റ്റോറിയും കാണിച്ചു തരാം അയ്യോ അത് കാണിക്കാം കാണിക്കാം കൊള്ളാം എല്ലല്ല എല്ലോ അല്ല ഡബ്ല്യു അല്ല അപ്പൊ അതിന്റെ നടുക്കിടക്കണം എന്തിനാണ് എല്ലിന്റെ ഡബ്ല്യു ആണ് നമുക്ക് നടക്കണം എല്ലിന്റെ ഡബ്ല്യു ഇടയ്ക്ക് എന്താ എടാ എല്ലിന്റെ ഡബ്ല്യു ഇടയ്ക്ക് എന്താണ് കിടക്കണം ABCDFG എടാ കൊറേ കിടപ്പുണ്ട് അപ്പൊ ഏതിടാം എടാ പാട്ട് കോപ്പി റൈറ്റ് വേണ്ട നിന്നെ കോപ്പി റൈറ്റ് ABCDF എടാ എന്തായത് കൊറേ എല്ലിന്റെ ഡബ്ല്യു ഇടയ്ക്കെന്ന് പറയുമ്പോ എന്തൊരു കൊടുക്കും അവന് എന്ത് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എന്തിപ്പോ ടൈപ്പ് ചെയ്തിടും എന്ത് ടൈപ്പ് ചെയ്തിട്ടാ എന്ത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്യും ചാറ്റ എന്തൊരു ടൈപ്പ് ചെയ്യാൻ എന്തൊരു ടൈപ്പ് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിൽ വരണമില്ല ഓക്കെ ഗുഡ് കൊടുക്കാം ഗുഡ് ഇത് ഓക്കെ ഇത് സാധനത്ത് കുഴപ്പമില്ല എല്ലും ഡബ്ല്യു അല്ല അതുകൊണ്ട് ഇത് കൊടുത്തു അപ്പൊ എല്ലാരും കയറി സപ്പോർട്ട് ചെയ്ത് തരും അറബി ഫയലിൽ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്ത് തരും എടാ ഞാൻ എന്റെ ഇൻസ്റ്റയുള്ള നമ്പർ അത് മാറ്റി ഞാൻ കുറച്ച് നോക്കിയപ്പോ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ മറ്റേത് ലീക്ക് ആവാൻ ഇപ്പൊ ഷീൽഡ് കാണിച്ചിട്ട് കാണിച്ചു തരാം അല്ലെ ഇങ്ങനെ കാണിക്കാൻ പറ്റും കുറച്ച് പ്രശ്നങ്ങളുണ്ട് തൊട്ട് ഫ്രണ്ട് അറബിയിൽ ഒരു ഫോട്ടോനെ പുഞ്ചിരിക്കണ പാൽമുഖം കയറി വന്നാലും മൊത്തം നശിക്കും IG റെഡ് ബോക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ റെഡ് ബോക്സ് മുമ്പ് ഇത്ര നമ്പരൊക്കെ ആയിരുന്നു 2574 അങ്ങനെ ഏതൊരു നമ്പരായിരുന്നു 471 അങ്ങനെ ഇതൊക്കെ അത് മാറ്റി നമ്പർ കിടക്കുമ്പോൾ പക്ഷെ ഉമ്മർ ആരും എനിക്ക് പറഞ്ഞു തന്നില്ല ഉമ്മർ എല്ലാം ഇട്ട് വെച്ചാൽ ഇവ അങ്ങോട്ട് അറബി IG അറബി എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കണേ ക്യാപ്റ്റൻ
എന്ത് ക്യാപ്റ്റൻ IG കുത്ത് ക്യാപ്റ്റൻ 7 ഇവിടെ എവരിലേക്ക് എനിക്ക് വെച്ചിട്ട് എനിക്ക് പറഞ്ഞില്ലടാ മറ്റേ പരിപാടി എന്ത് ഞാൻ നോക്കിയ വേണം ശരിയല്ലേ വേണ്ടെന്ന് വെച്ചാൽ IG റെഡ് ബോക്സ് ആക്കി. മുമ്പ് ഞാൻ റെഡ് ബോക്സ് നമ്പർ ഇട്ടാ വെച്ചാൽ നമ്പർ വേണ്ട, നമ്പർ കിടക്കുമ്പോ എല്ലായി കിടക്കും. അവിടെ ഞാൻ ഇതാക്കിയാ കമന്റ് അടിച്ച് കമന്റ് അടിച്ച് മറ്റേ സ്റ്റോറി ഇട്ടില്ലേ ലൈക്ക് അടിക്കാൻ വിട്ടോടാ. ഞാൻ കമന്റ് അടിച്ച് ഇറങ്ങി. അറബി കമന്റ് അടിച്ചിട്ടുണ്ട്, ലൈക്ക് ഇട്ടിട്ടുണ്ട്. കമന്റ് ഇട്ടാ കമന്റ് ഇട്ടു. എത്ര കമന്റ് ഇടണം ഞാൻ? 1 മണിക്കൂർ മുന്നേ ഇട്ടു. 1 മണിക്കൂർ കൊണ്ട് ഇപ്പൊ 4:22 ആ ഒരു കറക്റ്റാ. അപ്പൊ ഇട്ടപ്പോ എനിക്ക് അയച്ചിടാ, ഞാൻ കണ്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ അപ്പൊ ഇൻസ്റ്റ ഉണ്ടായിരുന്ന എന്തോ ശ്രദ്ധിച്ചില്ല. മൊത്തം മെസ്സേജ് ആയത് മ്യൂട്ടാക്കി ചെയ്യണല്ലേ. ഏതൊക്കെ എവിടെ കൂടെ ലീക്ക് ആവുമെന്ന് പറയത്തില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ. എടാ ഇത് ക്യാപ്റ്റൻ എടാ ക്യാപ്റ്റന് BGMA ഇതൊക്കെ ആരാണെന്ന് എനിക്കറിയാം. താഴെ കാണുന്നവന്മാരെ ഒരു പരിചയമില്ല കേട്ടാ. ഇവനൊന്നും എനിക്ക് ഒരു പരിചയമില്ല. ബൂമ്പിടാ എടാ എന്തായാലും ക്യാപ്റ്റൻ ഉണ്ടല്ലേ, ക്യാപ്റ്റന് ഹാപ്പി ബർത്ത്ഡേന്റെ സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്റ്റന് മറ്റേ ഹാപ്പി ബർത്ത്ഡേന്റെ സാധനം BGMA എടുത്തു. BGMA ഡബിൾ എല്ലാം ഡബിൾ. BGMA അവന് ക്യാപ്റ്റന് സാധനം കൊടുത്തിട്ടുണ്ട്. എടാ ഞാനപ്പം ഒരു അക്കൗണ്ട് എന്തായാലും 4 വർഷം മുന്നേ തുടങ്ങി വെച്ചു. അപ്പൊ എനിക്ക് എടാ ഞാൻ ബർത്ത്ഡേ സാധനം എടുത്തിട്ടുണ്ടോ? എന്റെ ബർത്ത്ഡേ ഇപ്പൊ അല്ലല്ലോ. എനിക്ക് തരുവാടാ BGMA. എനിക്ക് കേൾക്കാറുണ്ട് BGMA എനിക്ക് ഇത് വേണ്ട. എനിക്ക് മറ്റേ സാധനം മറ്റേ സാധനം ഉണ്ട് ചുമന്ന റെഡ് വെൽവെറ്റ്, അതാണ് തോന്നുന്ന പേര്. അത് തന്നെ അതെ കേട്ടോ. അതിന് പറ്റില്ല. റെഡ് ബോക്സിന് അതുപോലെയാണ് ചുമന്ന കേക്ക് മതി. മറ്റേ ചുമന്ന സാധനം ഉണ്ടല്ലോ അത് അറിഞ്ഞ മറക്കല്ലേ BGMA. എടാ അടുത്ത എടാ ഇവന് പ്രൈം ഗിഫ്റ്റും ബർത്ത്ഡേ ഗിഫ്റ്റും ഒരുമിച്ചല്ലേ. എടാ അവന് തലേ വെക്കണ സാധനം കിട്ടി. എടാ ലൈക്ക് അടിച്ചടാ. ഓക്കെ ചാറ്റ് ലൈവ് ലൈക്ക് അടി. ക്യാപ്റ്റ സ്ക്രീൻ ഹൈറ്റ് പെട്ടെന്ന് മാറ്റും. ഇത് ഞാൻ ഭാഗ്യം ഒന്നും പോയില്ലല്ല. ഇല്ല IG റെഡ് ബോക്സ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. മുമ്പ് റെഡ് ബോക്സ് ഇത്ര 2 7 4 3 എത്ര നമ്പർ കിടക്കണതില്ല. എന്ത് കയറി വരണത് അതിൻ്റെ അകത്ത് നമ്പർ കിടക്കണത് നാക്ക് തിരിയാത്ത കിടക്കുന്ന. ഓക്കെ നമ്പർ എടാ നാക്ക് തിരിഞ്ഞിരിഞ്ഞു പോണ എടാ. ഓക്കെ ശ്രദ്ധിച്ച് സംസാരിക്കും. റെഡ് ബോക്സ് IG റെഡ് ബോക്സ് എന്നാക്കിയിട്ടുണ്ട്. നമ്പർ കിടന്ന എല്ലായിപ്പോ മനസ്സിലായില്ലേ. നമ്പർ കിടക്കുമ്പോ ഒരു മനസ്സിലായില്ലേ. ഇപ്പം ക്രിസ്ത്യാനോ 1 2 3 മെസ്സിനോട് നെയ്മർ 7 8 6 അങ്ങനെയല്ല കിടക്കണം. അതുപോലെ അപ്പം റൊണാൾഡോ അപ്പം എന്താ റൊണാൾഡോ തൊപ്പി ഈഗിള് സായിപ്പ് അങ്ങനെ ഇട്ട് വെച്ചേക്കണം. സായിപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്തോ ഞാൻ എന്തോടാ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നോക്കാം. അതേപോലെ തന്നെ ക്യാപ്റ്റൻ ഒന്നും ഇട്ട് വെച്ചില്ല. അപ്പൊ നമ്മൾ എന്തിനാണ് IG റെഡ് ബോക്സ് എന്നാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റ റെഡ് ബോക്സ്. മറ്റേത് മറ്റേ FF ഉണ്ടല്ലോ. FFന്റെ ഒരു ഇൻസ്റ്റ എടാ ഇതിപ്പോ കാണിക്കാൻ പറ്റൂ. ചാറ്റ് എടാ സ്ട്രീം അത് മറ്റേ സാധനം വേണം. ഓക്കെ സാധനം വന്നല്ലേ. എടാ ഇൻസ്റ്റ റിയാക്ഷൻ ക്യാപ്റ്റൻ നൻപനെ റിയാക്ട് ചെയ്യാൻ പോകണം. നൻപ ഒരു എഡിറ്ററാണ് കേട്ടോ. ക്യാപ്റ്റൻ ഒരു എഡിറ്റർ കൂടെ കേട്ടോ. എഡിറ്റൊക്കെ ചെയ്യാൻ അറിയാം. അപ്പൊ അത് എന്തായാലും പോയി നോക്കാം. അവനൊരു മറ്റേ എഡിറ്റ് സാധനമുണ്ട്. മനസ്സിലായില്ലേ. മറ്റേ എന്തൊക്കെ കാറിന്റെ ഒക്കെ ചെയ്യണ സാധനമുണ്ട്. അവൻ അതിൽ റിയാക്ട് ചെയ്യാം. ഓക്കെ ഇത് കണ്ട ഇത് IG റെഡ് ബോക്സ് FFന്റെ IG റെഡ് ആദ്യത്തെ ആക്കിയിട്ടുണ്ട്. എന്റെ പേരെല്ലാത്തിനും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. റെഡ് ബോക്സ് മറ്റേ ഇത് IG ക്യാപ്റ്റൻ, ഇത് റൊണാൾഡോ, ഇത് ക്യാപ്റ്റൻ. എടാ ഇതാര് IG അറബി എക്സോ ഇതാര്? ഒന്നും വന്നില്ലല്ലോ. എടാ ഇവനൊക്കെ ഏത്? എടാ ഇതാണ് OP അറബി. ഇത് അറബിയുടെ ഇൻസ്റ്റ. എടാ ഇത് ഡബിൾ എഡിറ്റ് ആണ്. ഇതേ കാണിച്ചത്. ഇത് ആര് ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ. ഇത് അറബി ചെയ്തേണ്ടാ. അറബി ചെയ്തേണ് കേട്ടാ. മാറ്റട്ടെ എനിക്ക്. എടാ വരല്ലേ ഞാൻ മാന്യമായിട്ട് റിയാക്ട് ചെയ്തോട്ടെ. എന്തെല്ലാം കയറി ഇതേവൻ ചെയ്തെന്ന് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. PC-യിലാണ് ഏതാ പണി അറിയാവുന്ന ചെയ്ത സാധനമാണ്. ഞാൻ കാര്യമായിട്ട് പറയുവാണ്. ഇത് ഏതാ നല്ല അസല് പണി അറിയാവുന്ന ചെയ്തതാണ്. അറബി ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നമ്പണില്ല. സത്യമാണ്. ഇത് W അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കണ്ട. ഇത് അറബിക്ക് ക്യാപ്റ്റന് എന്നെ അന്തം വിട്ടു. സാധനം എന്തായാലും W ആയിട്ടുണ്ട്. മനസ്സിലായി. വെടിച്ചില് സാധനം. മനസ്സിലായി. വെടി എന്ന് പറയാൻ പറ്റും അങ്ങനെയല്ല. സൂപ്പർ സാധനം അതാണ് കേട്ടോ. വെടിച്ചില് സാധനം കണ്ട. ഇത് അതുപോലെ കിട്ടിലായിട്ട് കണ്ടോണ്ട് കേട്ടോ. ഈ ഫോണത്തിന് കോപ്പറേറ്റ് ആവശ്യം എനിക്ക് അറിഞ്ഞോളാം. ഇത് റെഡ് ഞാനും കൂടെയാണ്. ഇത് ഏത് നോക്കട്ടെ. അടിച്ചാ അതടിച്ചാ. കൊള്ളാല്ലേ.
അവൻ അടിക്കാതെ എടുത്തിടുവോ? അടിക്കാത്ത ആരെങ്കിലും ഇൻസ്റ്റയില് സ്വന്തം ഇതിലങ്ങ് എടുത്തിടുവോ? എന്താണ് ഹീറോ ഒക്കെ അടിച്ചത്? IG അറബി. ഓക്കെ ഓക്കെ. എടാ ഇവൻ ഒടുക്കത്തില്ല അക്കാണ് ഈ കരിയിലെ പങ്കുകളെല്ലാം അവന് കൊടുക്കും. എനിക്കൊന്നും കാര്യമില്ല നായ്ക്കള് നായണന്മാർ. ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ് ലൈവിലെ ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ് അറബിക്കാരന്റെ ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ് കണ്ടല്ല അവൻ ഇട്ടാണ് അവന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് അവൻ ഇട്ട്. നമ്മളില്ലേ ഇനി ഇത് മാറ്റിയ ഇതൊന്നും ചെക്കൻ്റെ അക്കൗണ്ടാണ്. ഇത് ക്യാപ്റ്റൻ 7ന്റെ അക്കൗണ്ടാണ്. ഒഫീഷ്യൽ അക്കൗണ്ട് ജർമ്മൻ സാധനം ജർമ്മൻ മേക്ക. എനിക്ക് അറിഞ്ഞൂടെ. ക്യാപ്റ്റൻ 7 അവന്റെ അക്കൗണ്ടാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവനാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. കാരണം ഇത് നമ്മള് കളിച്ച വ്യക്തിയാണ്. ഞാനും അവനും കൂടെ കളിച്ച വ്യക്തിയാണ്. അല്ല അറബിയില്ല, അറബിനെ എടുത്ത് കളഞ്ഞു പോടാ എന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞു. അറബീനെ എടുത്ത് കളഞ്ഞു. അറബീനൊക്കെ എടുത്ത് പോടാർക്കാന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. വേറെ പോന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. ഞാനും ക്യാപ്റ്റനും കൂടെ. ഞാൻ മെക്ലാരനും കൊണ്ടിരിക്കണം, ക്യാപ്റ്റൻ BM കൊണ്ടിരിക്കണം. അറബി അതാ പാട്ടോ സാധനം എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ പോടാർക്കാന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. അവൻ ഇതിന്റെ അകത്തില്ലല്ലേ പറഞ്ഞ പോലെ. അവൻ എവിടെ അവൻ എടാ എനിക്ക് തോന്നേ അവൻ കാർ എടുക്കാൻ സമയത്ത് വന്നില്ലായിരുന്ന ഒന്നെ ഓട്ടിച്ചു വിട്ടേണ സമയത്ത്. മനസ്സിലായില്ലേ? അവിടെ ഈ ഗെയിം അവൻ കൊള്ളാൻ നിൽക്കുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ ഗെയിം സത്യം 300 MB ഉള്ളു. പക്ഷെ എല്ലാം എനിക്ക് അത്രയ്ക്ക് ഗുഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഗ്രാഫിക്സ് കുറച്ചുണ്ടെന്നേ ഉള്ളൂ, അല്ലെ പ്രശ്നത്തിൻ്റെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഞാൻ അത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ക്യാപ്റ്റൻ ഒരു മോഡേൺ ആയതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ എഡിറ്റാണ് സൗണ്ട് ഞാൻ ഓഫ് ചെയ്യണം. എനിക്ക് കോപ്പറേറ്റ് കൊണ്ട് മതിയായി. മനസ്സിലായി? ഞാൻ ഇങ്ങനെ കോപ്പറേറ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വാങ്ങണം എന്തിനാണ്? മനസ്സിലായി? ക്യാപ്റ്റന്റെ എഡിറ്റ് റിയാക്ഷൻ ആണ് ഈ ലൈവ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വൈഫൈ ടെസ്റ്റിങ്ങിന് ഇട്ട ഒരു ഇതാണ്. വൈഫൈയും സൗണ്ട് ടെസ്റ്റിങ്ങിന് ഇട്ട ലൈവാണ്. ഇതെങ്കിലും കണ്ട് നമുക്ക് മനനിർമ്മൃതി കാണാം. അല്ല ആ സാധനം ഉണ്ടല്ലോ മനനിർമ്മൃതി. സൗണ്ട് വേണ്ട, ഞാൻ അറിയാ സൗണ്ട് അങ്ങ് എടുത്തിട്ടുള്ളൂ. ഞാൻ ചുമ്മാ റീല് കാണാടാ. എന്തൊക്കെ വരണ കൊള്ളാം ഇത് കൊള്ളാം കേട്ടാ. ഇത് അവന്റെ ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞവൻ. അവന്റെ ആണെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ. എനിക്കറിഞ്ഞൂടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ചെക്കൻ്റെ ഉള്ളിൽ അപ്പൊ എന്തൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ചെക്കൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനം ഉണ്ട്. ഉണ്ണ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം. അവൻ ഇങ്ങനെയൊക്കെ എടുത്ത് ചെയ്യൂ. എടാ ക്യാപ്റ്റൻ ലൈവ് ഇത് കയറ്റാനും പറ്റൂല. ഇത് ഇങ്ങനത്തെ ഒരു സാധനം. എടാ ഓരോന്നിനും ഓരോ കുഴപ്പം. ക്ലിപ്പിനാണെങ്കിൽ ഷീൽഡ് മോഡില്ല. ക്ലിപ്പിനാണെങ്കിൽ മറ്റേ അടുത്ത കൊലച്ച റൂം എടുത്ത് വെച്ചേക്കണം. കണ്ടില്ല, മാറിപ്പോയി. M4 കോമ്പറ്റീഷൻ വാസ് ഫയർ. ഓക്കെ നോക്കട്ടെ. റിയാക്ഷൻ ഇത് കൊള്ളണം. റിയാക്ഷൻ സത്യം പറഞ്ഞ W ആണേ. സത്യം പറയാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൊള്ളാം. ക്യാപ്റ്റനകത്ത് എഡിറ്റർ ആവാനുള്ള ഒരു ഭാവി അവനുണ്ട്. അതെ മറ്റേ കെൻസോയും എഡിറ്റ് ചെയ്യണം. പക്ഷെ അവന്റെ അക്കൗണ്ട് ഏതാണെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. മനസ്സിലായില്ലേ? അതെനി ക്യാപ്റ്റൻ എടുത്ത് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ്, നമ്മളെ സ്വന്തം ഫ്രണ്ട്സ് ആണ്, സ്വന്തം പയ്യന്മാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ യുവമാരൊക്കെ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ റിയാക്ട് ചെയ്യുക. അതൊന്നും സീനില്ല. പന്നീരെ പോയി എനിക്ക് ഇതിന് കോപ്പറേറ്റ് വന്ന ഓടായി. ഇതിനവൻ എനിക്ക് കോപ്പറേറ്റ് നോക്കിച്ചാൽ അവന്റെ ഇൻസ്റ്റാ കയറി ഞാൻ നോക്കി തന്നെ കൊണ്ട് എനിക്ക് കോപ്പറേറ്റ്. അവനെ നോക്കിയോ തീർക്കും. ഞാൻ നോക്കിയോ. എടാ അവൻ അങ്ങനെ തരൂല, പറയത്തില്ല. ഓപ്പി അറബി 400 കണ്ട എന്റെ എടാ അറബി കണ്ട 100 കണ്ടാന്ന്. അറബി മുമ്പത്തെ കുറച്ച് ബാക്കിലോട്ട് സ്കിപ്പി 10 സെക്കൻഡ് വെച്ച്. അപ്പൊ കാണാം. ഞാൻ കണ്ട് എല്ലാം റിയാക്ട് ചെയ്തോണ്ടിരിക്കണം അറബി. ഡിസ്കോഡ് സാധനം ഡിസ്കോഡ് റിയാക്ട് പോലെ. ഇപ്പൊ ഡിസ്കോഡ് റിയാക്ഷൻ പറ്റൂല കേട്ടാ. ഡിസ്കോഡ് കുറച്ചധികം സെറ്റ് ആക്കുന്നുണ്ട്. അത് മോഡറേറ്റേഴ്സിനൊക്കെ വച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വല്ലമാരെ കൊലച്ച മറ്റേ സാധനമൊക്കെ എടുത്തിട്ടും ഞാൻ അറിയാതെ റിയാക്ട് ആണ് ചെയ്ത് പോയാൽ മനസ്സിലായില്ലേ? വല്ല പഴോ അല്ലെങ്കിൽ വല്ല മുന്തിരിയൊക്കെ വന്ന് കയറിയാലേ നമുക്കത് റിയാക്ട് ചെയ്താൽ എന്റെ യൂട്യൂബ് ആണ്. അതുകൊണ്ട് മോഡറേറ്റേഴ്സിനെ വെച്ച് സെറ്റ് ആയിട്ട് അതിലാണ്. ഇത് നമ്മളെ പയ്യന്മാരെ ആയതുകൊണ്ടാണ് ഞാൻ കയറി കാണണം. പിന്നെ അവന്മാർക്ക് ഇത് ഇതാണ് പ്രൊമോഷനാണ്, ഫ്രീ പ്രൊമോഷനാണ്. ക്യൂട്ടസ്റ്റ് മഴ എടാ ക്യൂട്ടസ്റ്റ് മഴയെന്ന് ക്യൂട്ട് മസാട. ഞാൻ എന്തൊക്കെ വായിക്കണം? ഞാൻ എന്താണ് ഈ വായിച്ചുകൊണ്ടിരിക്കണം? ക്യൂട്ട് മടല അറബി ഞാൻ അറിയായിട്ട് കയറി പോയി നോക്കടാ. അതായത് ക്യാപ്റ്റൻ്റെ ആണെന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. ആണെന്ന് വിശ്വസിക്കുന്നു. സൗണ്ട് കേൾക്കടാ. കൊള്ളാം. സൗണ്ട് ഇടാൻ വയ്യടാ. സൗണ്ട് ഇടാൻ എനിക്ക് പേടിയടാ. കോപ്പറേറ്റ് വരുവടാ. എടാ ഇത് എന്താണല്ലേ ഞാൻ ഇവിടെ പ്രൊമോഷൻ കൊടുക്കാതിരിക്കണടാ അവന്. ഞാൻ എന്ത് ചെയ്യാൻ ഇവിടെ? ഞാൻ എന്തിനാണ് ലൈവ് ഇട്ടത്? ഇവിടെ മൈക്ക് ടെസ്റ്റ് ചെയ്യാനില്ലേ? ഞാൻ ഇവിടെ ആർക്കെങ്കിലും പ്രൊമോഷൻ കൊടുക്കാതിരിക്കണം.
അറബിയുടെ റീൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് ഇറങ്ങാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ പറയാം എന്തേരി കാർ ആർ ലോസ്റ്റ് ഇൻ സ്പേസ് ഇവിടെ മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഞാനിൽ മറ്റേ കാർ അങ്ങോട്ട് ബഹിരാകാശത്ത് പോവും എന്തെല്ലാം കൊണ്ട് ഇടിക്കോടാ പൊട്ടിത്തെറിക്കും മനസ്സിലായില്ലേ പോഷെ നിസാസ എന്ത് കാണും നിസാൻ GTR BMW ഇവിടെ യവന് ഉള്ളിൽ എന്തരാ ഉണ്ട് പക്ഷെ പുറത്ത് വരണ വാണം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഉള്ളിൽ എന്തരാ ഉണ്ട് പക്ഷെ പുറത്ത് വരണത് ഇതാണ് ഇത് ക്യാപ്റ്റൻ ആണ് എഡിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പില്ല കേട്ടോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്തോ ക്യാപ്റ്റൻ ആണെങ്കിൽ W വേറെ ആണെങ്കിലാണ് എനിക്ക് അറിഞ്ഞോളൂ ഇനി അവ എനിക്ക് വഴി കൂടെ പോണ കോപ്പറേറ്റ് എനിക്ക് തരുമെന്തോ ക്യാപ്റ്റൻ പറഞ്ഞ അവന്റെ സ്വന്തം അക്കൗണ്ടാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവന്റെ സ്വന്തം അക്കൗണ്ടാണ് കാരണം വെച്ചാൽ ഇത് ഒരു തെളിവാണ് ഞാൻ അവനും കൂടെ നിൽക്കണം ഒരു ഫോട്ടോ വല്ലോന്റെ ആണെങ്കിൽ ഞാൻ ഊമ്പിയടാ അവ എനിക്ക് ഇനി പറ കോപ്പറേറ്റ് വരും ഞാൻ എവിടെ നിന്ന് എന്റെ വഴിയെ പോണ കോപ്പറേറ്റ് ഞാൻ ചോദിച്ച് വാങ്ങിച്ചോണ്ടിരിക്കുവാണെങ്കിൽ അയ്യോ ഇതൊക്കെ ഇനി വല്ലോനെ ഹിന്ദി ഇംഗ്ലീഷുകാരന്മാരെയും കോപ്പറേറ്റ് ചെയ്യടാ എവിടെ തൊട്ടാലും കോപ്പറേറ്റ് ഞാൻ കോപ്പറേറ്റ് കൊണ്ട് മടുത്ത് കോപ്പറേറ്റ് ഉള്ളാടാ എനിക്ക് അറബി ഇൻസ്റ്റ നിൽക്കുമോ എടാ അറബിയിലാണ് കാണിച്ചടാ അറബി പിന്നെ ഒരു വിശ്വസിക്കാടാ ക്യാപ്റ്റൻ എനിക്ക് വഴിയെ പോണം അക്കൗണ്ട് കാണിച്ചെന്നാലും അറബി അങ്ങനെ ഒന്നും കാണിക്കുള്ളൂ തോന്നുന്നു അറബീനെ എനിക്കറിയാം എടാ ഞാൻ നിന്റെ ഇത് നീ പിന്നെ പറയാം അറബി പിന്നെ പറയാം എനിക്ക് കുറച്ച് കാണിക്കാനുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് എന്താണ് ഇത് കണ്ടോണേ ഒരുത്ത ഇൻസ്റ്റ ഇട്ട പോസ്റ്റിലെ ഇട്ടു വെച്ചാണ് പാട്ടാണ് ഇതല്ല മാറിപ്പോയി ഡിലീറ്റ് ചെയ്താ മതി നെഞ്ചിനുള്ളിൽ നീയാണ് കൽബിനുള്ളിൽ നീയാണ് എടാ പാട്ട് ഇട്ടിട്ട് വെച്ചാണ് എന്താ എടാ ഈ പാട്ട് ആരും ഉദ്ദേശിച്ചിട്ടെന്നൊക്കെ എനിക്കറിയാം മനസ്സിലായി ഞാൻ അത് റിവീൽ ചെയ്യണം സത്യം എന്തായാലും പുറത്തു വരും അറബി അപ്പൊ ഇത് തമ്മൂനെ മനസ്സിൽ വിചാരിച്ചിട്ട പാട്ടാണ് എൻ്റെ ഉള്ളിൽ നീയാണ് എൻ്റെ കൽബിൽ നീയാണ് ഇതാണ് സത്യം എന്നായാലും പുറത്തു വരും മണ്ണിന്റെ അടിയിൽ നിന്നായാലും അത് മുളച്ച് പുറത്തു വരും മനസ്സിലായില്ലേ അതൊക്കെ പുറത്ത് തെറിക്കും അറബി അല്ലയാ ഇത് അവൻ ചെയ്ത അല്ല യവന്റെ റീൽ എടുത്ത് ഇട്ടേക്കണയാണ് എന്റെ പൊന്നോ ഞാൻ ഊമ്പിയാൻ തൊട്ടാ വല്ലോമാരാ ചെയ്ത റീലിലേക്ക് ഇൻസ്റ്റ ഡയറക്റ്റ് ആണ് ഞാൻ റിയാക്ട് ചെയ്തത് മനസ്സിലായില്ലേ ഇതാണ് ക്യാപ്റ്റനെ പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോ ക്യാപ്റ്റൻ ഇതാണ് നമുക്ക് പറയത്തില്ല കേട്ടാ അറബി അങ്ങനെയല്ല അറബി എന്ന് വെച്ചാൽ അവൻ കറക്റ്റ് അവൻ എന്റെ അടുത്ത് ഒരു ഇതാണ് ഒരു ഉറപ്പിൽ പറയും ഇവനങ്ങനെയല്ലോ മറ്റേ അവന്റെ തന്നെ കേട്ടോ CRX എഡിറ്റ്സ് എടാ ക്യാപ്റ്റൻ എന്റെ അടുത്ത് പറഞ്ഞ അവന്റെ ആണെന്നാണ് കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ വഴിയെ പോണമാരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്താന്തോ ചുമ്മാ അല്ല എനിക്ക് തോന്നണം അവന് എനിക്ക് അറിഞ്ഞൂടാ നോക്കട്ടെ ഗ്ലിപ്പായിരുന്നു ഇവന്മാർ വിളിച്ച് കേട്ടായിരുന്നു അറബി നിന്റെ ഉള്ളിൽ ആരാണെന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അറബി ഞാൻ കാര്യമായിട്ട് പറയണം നിന്റെ ഉള്ളിൽ ആരാണെന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അറബി സൗണ്ട് ഉണ്ടല്ലോ ഓക്കെ എടാ ക്യാപ്റ്റൻ അത് CRX അവന്റെ തന്നെതാണ് അവന്റെ അടുത്ത് ചോദിക്കണം കേട്ടോ വാട്സപ്പിൽ പോയി ചോദിക്കാം ഇതിന് ശേഷം വാട്സപ്പിൽ പോയിട്ട് ചോദിക്കാം CRX അവന്റെ തന്നെയാന്ന് ചോദിക്കാം അല്ല അങ്ങനെ പറഞ്ഞ അവനെ നോക്കിയോ അവൻ കള്ളം പറയും ഭംഗി അളിയ എന്റെ റീല് നോക്ക് എടാ ഞാൻ കണ്ട് നിന്നെ ഞാൻ കണ്ടറങ്ങി നീ എനിക്കത് മനസ്സിലായില്ല കാരണം വെച്ചാൽ അപ്പോഴൊന്നും ഇത് വെളിയിൽ വന്നിട്ടില്ല ഈ മറ്റേ യവന് തമ്മൂനോട് അഗാധമായിട്ടുള്ള ഫാനാണ് അറബി എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വെളി വന്നില്ല മനസ്സിലായില്ലേ അവൻ പണ്ട് ഉണ്ട് ക്യാപ്റ്റൻ കണ്ടുപിടിക്കാൻ അവനാണ് ക്യാപ്റ്റൻ ഡിറ്റക്റ്റീവാണ് അവൻ കണ്ടുപിടിക്കാൻ എല്ലാം ക്യാപ്റ്റനാണ് സീരിയസ്ലി കണ്ട ഈ പാട്ട് അറബി മറ്റേ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് മറ്റേ വിരഹ പാട്ടുകളാണ് എൻ്റെ കൽവിൽ നീങ്ങണം അതാരാണ് നമുക്ക് ഇപ്പോഴാണ് കത്തിയ ക്യാപ്റ്റൻ നീ ലൈവ് കാണുവാണെ അളിയ അവന്റെ കൽവിൽ ആരാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അറബി മനസ്സിലായിരുന്നു നിന്റെ കൽവിൽ മറ്റേ നമ്മ കുടിയേടാ എന്റെ നാക്ക് തിരിയടാ പന്നി നിന്റെ കൽവില് തമ്മ കുടിയേറി ഇരിക്കുള്ളൂ മനസ്സിലായില്ലേ അതാണ് മറ്റേ മാനക്ക് ആ പാട്ടിടാൻ പെട്ടെന്ന് പ്രചോദനമായത് എനിക്ക് മനസ്സിലായി എടാ എനിക്ക് ഇപ്പോഴാണ് കത്തി ഞാൻ ചുമ്മാ വന്ന് കയറിയാണ് നീ വിളിച്ചിട്ടാണ് കയറിയത് നിന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറിയാണ് ഞാൻ ഇതെല്ലാം കണ്ട് CRX അവന്റെ തന്നെ ആയിരുന്നാ മതിയായിരുന്നു ഇല്ലെങ്കിൽ എനിക്ക് വഴിയെ പോണ കോപ്പറേറ്റൊക്കെ വന്ന് കയറും ഓടിപ്പോയാ എന്ത് ഞാൻ സ്ട്രീം ഡിലീറ്റ് ചെയ്യോടാ എനിക്ക് ഇതെന്തിരിക്കും ഞാൻ ഡിലീറ്റ് സ്ട്രീം ഇടോടാ അല്ല പിന്നെ നമ്മളെ പേടിപ്പിക്കാൻ നോക്കണം നമ്മളെന്തിനാണ് ഈ സ്ട്രീമിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് സ്ട്രീമിൽ അത് അത്രയും കട്ട് ചെയ്തിട്ടും കടുത്തിടും ഇത് എത്രയും കിടക്കും പിന്നെ വല്ലവനെ പേടിക്കണമായിട്ടും നമുക്കില്ല
എന്താ കളിയാ ഊക്കണേടാ, ഞാൻ സത്യമാണ് പറയണേ. വേറെ കാര്യമൊക്കെയാണെ ഓക്കെ അറബി, പക്ഷെ നിന്റെ ഗൽബിൽ ആരാണെന്ന് എനിക്കറിയാം. അറബിയുടെ ഗൽബ് തുറന്നു നോക്കി അതിൻ്റെ അകത്ത് തമ്മു കാണും. ഞാൻ അതിൽ കൂടുതൽ പറയാനില്ല. തമ്മു ഫാനാണ് അറബി. ഗൽബിൽ ഒളിപ്പിച്ച് വെച്ചേക്കണം, മനസ്സിലായില്ലേ? വെളി ഇറങ്ങി സൂക്ഷിക്കണം. വെളി ഇറങ്ങി മറ്റേ ഇതിന്ന് വെളിയാക്കുമ്പോൾ അല്ല പെട്ടെന്ന് ഇവനാനെ മറ്റേ ഒറിജിനൽ അക്കൗണ്ട് ഇറന്ന് പോയി വേറെ ഉണ്ട്. എന്നാൽ നമുക്ക് ഓരോന്നായിട്ട് കാണാമല്ലോ. ഇതൊക്കെ നല്ല റിയാക്ഷനാണ് സത്യം പറഞ്ഞാൽ. ഒന്നും ചെയ്യണ്ടായിരുന്നു, കണ്ടോണ്ടിരുന്നാൽ മതി. പക്ഷെ കോപ്പറേറ്റ് വരുന്നത് തീരും. എടാ നമ്മൾ ഫസ്റ്റ് എടുത്ത എല്ലാ കളിയെ ക്യാപ്റ്റ പന്നീര വേരന്റെ വായി കയറുകയാണ്. അറബി പാട്ട് വേണ്ട കളിയാ, പാട്ട് വേണ്ട കോപ്പറേറ്റ് ആകെ. എടാ ഞാനും അറബിയും കളിച്ചു തുടങ്ങിയ സമയത്ത് കണ്ട നമ്മളെ കണ്ട ഉടുപ്പാ കണ്ട മറ്റേ മീമാങ്ങാൻ പറഞ്ഞ മാമന്മാരിടുന്ന ഉടുപ്പുണ്ടല്ലോ, മറ്റേ അതുപോലത്തെ ഉടുപ്പൂര് മറ്റേ കണ്ട ചൊട്ട പാൻറ്, അറബി ചുമന്ന പാൻറ് എടുത്തിട്ടേക്കണ. അതൊക്കെ ഇട്ടോണ്ടാണ് നിൽക്കണം നമ്മൾ, മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഏതില്ല ഞാൻ എന്റെ ഇരിക്കുന്ന കാറുണ്ട്, അതിൽ 19 കാറ് അറബിയിലെ കണ്ട. ഇത് അവന്റെ, എന്റെ അഭിപ്രായത്തിൽ അവന്റെ ഡബിൾ ഇതല്ല, പച്ച മാറിക്ക് ഇത് ഞാൻ ചോദിച്ചിരിക്കും തന്നില്ലടാ. ഇത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഓറഞ്ച് സാധനം തീ ആയിട്ടാണ് എടുത്ത് വെച്ചേക്കണം. എടാ നമ്മൾ രണ്ടു ഇപ്പൊ CPM ഒരു ലെവലിൽ കയറിയിരിക്കും, മനസ്സിലായില്ലേ? തുടങ്ങിയ സമയത്ത് നമ്മൾ വേറെ 0 ആയിരുന്നു, ഇപ്പൊ നമ്മൾ കുറേ പടി മുകളിലാണ്, മനസ്സിലായില്ലേ? കണ്ട അറബി തുടങ്ങിയ സമയത്ത് കണ്ട ഏതാ ഒരു മറ്റേ എന്തിനാണ് ഇതെന്തൊരു ഇലയാണ് എന്തിനാ കണ്ട അവന്റെ ഇരിക്കുന്ന കാറ് കണ്ട. എന്റെ ഇരിക്കണ സത്യം പറഞ്ഞ എന്റെയിലും ഒന്നൊക്കെ സത്യം പറഞ്ഞ ഒന്നും ഇല്ലായിരുന്നു. അല്ലെ അറബിക്ക് അറിയാം നമ്മളൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മള് വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിച്ചു നോക്കിയോ, നിനക്ക് മുന്നേ ഞാൻ വാങ്ങും. എന്നിട്ട് ഞാൻ വരുവാടാ, ഞാൻ വരും. നിനക്ക് മുന്നേ വേണ്ട, ഞാൻ വരും അറബി, ഞാൻ വരും. എടാ ഇത് അത്യ വീട് വാങ്ങിച്ച സമയത്ത് എടുത്ത ഫോട്ടോയാണ് കണ്ട. ഞാൻ മറ്റേ വീട് വാങ്ങിച്ചു 27 മണിക്കൂർ കൊണ്ട് വീട് വാങ്ങിച്ചിട്ട് പോയി എടുത്ത ഫോട്ടോയാണ്. ഇതെന്തരി ചേട്ടാ നിക്കണണ്ട ആരാണ് നിക്കണെന്ന് വേണ്ട. എടാ CRXന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. CRX ചിലപ്പം ക്യാപ്റ്റൻ അല്ലെങ്കിൽ നീ അങ്ങനെ വിട്ടേര്, CRXനെ വിട്ടേര്. ഇതൊക്കെ അറബി ഇതാണ്, ഇത് ഒറിജിനലാണ്. ഇതായിരിക്കണം ഇത് കണ്ട അറബി. മറ്റേ മാമന്മാര് മറ്റേ സദാചാര മാമന്മാര് ഒന്ന് എത്തി നോക്കണം. എന്ത് പുള്ളേന്ന് പറഞ്ഞ് എത്തി നോക്കണൊക്കെ നിൽക്കണ്ടായിരുത്തായി. മാമനായിട്ട് വന്നല്ലേടാ CPM കളിക്കുമ്പം. മാമനായിട്ട് വന്ന് എടാ ഇതേത് കാർ ഇത് അന്ന് ഒരു വെള്ളക്കാർ എടുത്തുകൊണ്ട് വന്നു. അതാണ് സാധനം. എടാ ഇത് ഞാനാണ്, ഇതാ റിയൽ. ഇതെന്ത് മാണം അടിക്കാൻ നിൽക്കണം. റിയൽ ഞാനാണ്, റിയൽ അറബിയാണിത്, മനസ്സിലായി? ഇതാണ് ഒറിജിനൽ ആള്. ഇതല്ലേ ഇപ്പൊ നിക്കണല്ല, ഇതാണ് ഒറിജിനൽ ആള്, ഒറിജിനൽ അറബി, മനസ്സിലായി? ഒറിജിനൽ ആളാണ് നിൽക്കണം. എടാ ഈ കാർ എടുത്താൽ കേട്ടോ, ഈ കാർ എടുത്താൽ ഇതന്നെ 20ാമത്തെ കാറായിട്ട് എടുത്താലേ എടുക്കുക. എടാ എനിക്കൊരു കുറച്ച് പരിപാടി ഉണ്ട്, ഉറപ്പ് പറഞ്ഞില്ലേ? ശ്രമിക്കാം, വേണേ എടുക്കാൻ. ഞാൻ വേറെ കുറച്ച് പരിപാടി കയറി വെച്ചേക്കും. ഈ പച്ചയാണെന്ന് എനിക്ക് മനസ്സിലാവും. പച്ച നീ ഇവിടെ പെട്ടെന്ന് ഏതെങ്കിലും കളർ അടിച്ച് എടുത്തോണ്ട് വന്നിയാണ്, അത് അല്ലാതെ ഒന്നും ആവൂല, അത് ഉറപ്പാണ്. സൗണ്ട് പോയാ? ഇല്ല പോയില്ല. പടക്കളത്തിലെ ചെറിയ തെറ്റ്. എടാ അത് കാണണമെന്നുണ്ട്, മനസ്സിലായില്ലേ? അത് കണ്ട എന്താണ് പ്രശ്നം? നീ എന്താണ് നിന്റെ പേര്? നിന്നെ വായിക്കണം, അല്ലെങ്കിൽ നീ എനിക്ക് ചുമ്മാ തരും. നീയൊക്കെ എനിക്ക് കോപ്പറേറ്റ് തരും. പടക്കളത്തിലെ ചെറിയ തെറ്റ് നോക്കിപ്പോയാൽ എനിക്ക് കോപ്പറേറ്റ് ആണ് വരാൻ പോണം. ഇതാര്? ഫിലിം ഫാക്ടറി ബ്രോ, കോപ്പറേറ്റ് ബ്രോ. ഇവനൊക്കെ തൊടണേന് മുന്നേ കോപ്പറേറ്റ് പറഞ്ഞവന്മാരാണ്. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വന്നാൽ അടുത്ത സെക്കൻഡ് കോപ്പറേറ്റ് ആണ്.